ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം 1961. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? അമ്മായി ഓണം. ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാബലിയുടെ പിതാവിൻ്റെ പേര്? വിരോചനൻ. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? കുഗ്രാമം. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ. നാലാം ഓണം ഏതു മഹാന്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഇന്ദ്രസേനൻ. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവിഴ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണിത്? മൂലം നാൾ. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെ? തമിഴ്നാട്. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? വിന്ധ്യാവലി. തിരുവോണത്തിൻ്റെ തലേ ദിവസം ഏത് നാളാണ്? ഉത്രാടം. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്? അസുരഗുരു ശുക്രാചാര്യൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണ്? അദിതി. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? 5ാമത്തെ. ഭാഗവതത്തിലെ ഏതു സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? 8ാം സ്കന്ധം. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? വിശ്വജിത്ത് എന്ന യാഗം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്താണ്? ബാണാസുരൻ. മഹാബലി നർമ്മദ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. ഏത് നാളാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഉത്രാടനാള്. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ്? കാശിത്തുമ്പ. ഓണക്യൂസ് നമ്മുടെ ചാനലിൽ 4 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.